ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള, വലിയൊരു സവാള, 1.5 ഉരുളൻകിഴങ്ങ്, 2 ക്യാരറ്റ്, 2 വഴുതനങ്ങ, 6 വെണ്ടയ്ക്ക, 2 തക്കാളി, 3 പച്ചമുളക് ഇതൊക്കെ കഴുകിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാമ്പാറിലേക്ക് 3/4 കപ്പ് പരിപ്പാണ് കേട്ടോ. അത് കുതിർത്തതിന് ശേഷം ഒക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങിനും ഉള്ളിക്കും ക്യാരറ്റിനും ഈ കഷ്ണത്തിൽ കുറച്ച് കൂടുതൽ വേവുണ്ട്. അതുകൊണ്ട് പരിപ്പിൻ്റെ കൂടെ കുക്കറിൽ ആദ്യം ഇടുക. ആ കഷ്ണത്തിൻ്റെ കൂടെ ഒപ്പം വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പരിപ്പൊന്ന് കുതിർത്തെടുത്തത്. പരിപ്പ് കുതിർത്തിട്ട് കഷ്ണത്തിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ 2 വിസിൽ വന്നാൽ മതി. അല്ലെങ്കിൽ 2-3 വിസിൽ വരുമ്പോഴത്തേക്കും കഷ്ണം നല്ലോണം വെന്തലിഞ്ഞ് പോവും, പരിപ്പ് വേവാതിരിക്കും ചെയ്യും കേട്ടോ. പരിപ്പും കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുക. ഈ വേവുള്ള കഷ്ണങ്ങളും പരിപ്പും കുക്കറിലായതിനെ കൊണ്ട് 2 വിസിലിന് വേഗം വെന്ത് കിട്ടും. വേറെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ വേവാൻ കുറച്ച് താമസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് പരിപ്പ് തിളച്ച് തൂണേന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പരിപ്പും കഷ്ണമൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടിയിട്ട് അടുപ്പത്ത് വയ്ക്കുക. 2 വിസിൽ കയറ്റിയെടുക്കാൻ കേട്ടോ വേണ്ടത്. കുക്കറിന്ന് വിസിൽ വരട്ടെ. അപ്പോഴേക്കും ബാക്കിയുള്ള കഷ്ണങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കഷ്ണങ്ങൾ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. വഴുതനങ്ങയ്ക്കും വെണ്ടയ്ക്കൊന്നും വലിയ വേവില്ലാത്തതല്ലേ, അതുകൊണ്ട് അത് കുക്കറിലിട്ടാൽ എങ്ങനെ നമ്മൾ ഉടയാതെ കിട്ടണമെന്ന് വിചാരിച്ചാലും ആ കഷ്ണം ഉടഞ്ഞ മാതിരിയായി പോവും. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റിയാൽ ഈ വെണ്ടയ്ക്കേൻ്റെ കൊഴുപ്പൊന്ന് കുറഞ്ഞ് കിട്ടും ചെയ്യും, കഷ്ണം ഉടയാതെ അതുപോലെ കറിയിലേക്ക് ഇടാനും പറ്റും. ഒരു 5-8 മിനിറ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ കഷ്ണങ്ങളൊന്നും നല്ലോണം തിളച്ച് വേവണം. ഒന്ന് തിളച്ച് വേവട്ടെ. അപ്പോഴേക്കും കുക്കറൊക്കെ വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കുക്കർ തുറന്ന് നോക്കുക. അപ്പം കഷ്ണങ്ങളും പരിപ്പൊക്കെ നല്ലോണം വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കറിലുള്ള വേവിച്ച കഷ്ണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കുക്കറിൽ വേവിച്ചതിനെ കൊണ്ട് അത്രയും വേവുന്ന സമയം ലാഭം കിട്ടിയില്ലേ. മറ്റ് ഈ ചീനച്ചട്ടിയിൽ ഇത് വെക്കുകയാണെങ്കിൽ കുറേ സമയം വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഞാൻ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ, സാമ്പാർ മസാല, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണമൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കുക. ആ കുക്കറിൽ കുറച്ച് പരിപ്പും കഷ്ണങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അതിലേക്ക് ലേശം കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ മുന്നേ തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുകൊണ്ടു. സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാറാണ്. ഇപ്പോൾ ഈ സാമ്പാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതിലേക്ക് വറവ് ചേർത്തി കൊടുക്കാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കഷ്ണങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ വഴറ്റിയത് കാരണം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുക. ഇപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സാമ്പാറിലേക്ക് എടുത്ത് ഒഴിക്കുക. അങ്ങനെ ഈസി ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ഡലീൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റും കേട്ടോ. രാവിലെ ജോലിക്ക് പോണവർക്ക് വളരെ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞങ്ങൾ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഏറെ സാമ്പാർ തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. പിന്നെ പെട്ടെന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കും രാവിലെ ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ഇതുപോലത്തെ സാമ്പാറാണ് ഉണ്ടാക്കുക. എന്നാൽ ഇതിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ സാമ്പാർ ഒരു ബൗളിലേക്ക് കോരി മാറ്റുക. ഞാനിപ്പോൾ ഇത് ദോശയ്ക്കാണ് കേട്ടോ ഈ സാമ്പാർ രാവിലെ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് നോക്കൊണ്ടു പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്കും രുചിയാണ്. അപ്പോൾ ഈ സിമ്പിൾ സാമ്പാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്.
കമൻറ്റ് എഴുതി അറിയിക്കണേ.